ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒട്ടും വോയിസ് ഇല്ല കേട്ടോ. വീട്ടിൽ സൗണ്ട് വെച്ച് സംസാരിച്ചിട്ട് എൻ്റെ സൗണ്ട് പോയിരിക്കുക. നമ്മളിപ്പം പാർലറിൽ വന്നു കേട്ടോ. സമയം 8 മണി. ഞാനും സോനുവും വന്നു. നമുക്കൊന്ന് ഹെയർ സെറ്റൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ വന്നിട്ട് കുറച്ച് ഹെയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ മൊത്തം ബഹളമാണ്, ഓരോന്ന് എടുത്തു വയ്ക്കുന്ന തിരക്കും അതൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ വേഗം റെഡിയായി ഇറങ്ങി. കൺമണി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയിട്ട് വേണം കൺമണിയെ എഴുന്നേൽപ്പിക്കാൻ. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ എടുത്തു വയ്ക്കണം. എന്നിട്ട് നമ്മൾ 9 മണിക്ക് ഇറങ്ങുന്നതാണ് വിചാരിക്കണേ. സർ ഹായ് പറ. ഹായ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വ്ളോഗായിട്ട് കാണിച്ചതാണ്. കാരണം ഇന്ന് ഞങ്ങളായിട്ട് പോയിട്ട് ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഹന്തി ഇതുപോലെ വന്നു കേട്ടോ. സോനുൻ്റെ കാണിച്ചു കേട്ടോ. സോനു നല്ല അടിപൊളിയായിട്ട് വന്നു. സോനു ദോശ ഉണ്ടോ? ಎರಡು ಕೈ കല്ല് ലൈറ്റ് അങ്ങ് പറത്തില്ലല്ല. പെർഫെക്റ്റ്. നെയിലൊക്കെ ഇന്നലെ ഇവർ നെയിലായിട്ടൊക്കെ ചെയ്തു വരും. ഞാനൊന്നും ചെയ്തില്ല, കാരണം എൻ്റെ കൈക്ക് ഒന്നും സൂട്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയാലോ നമുക്ക്. നമ്മൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. 8:05 അപ്പോഴാണ് നമ്മുടെ ആസിം ഭായ് വന്നത്. ആസിം ഭായ്, ഗുഡ് മോർണിംഗ്. ആസിം ഭായ് ആണ് എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ്, എൻ്റെ പേഴ്സണൽ ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അല്ല ആസിം ഭായ്? കുറേ വർഷമായിട്ട് എൻ്റെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആസിമാണ് കേട്ടോ. ആസിം ഡൽഹിയിൽ നിന്നാണ്. എൻ്റെ ഹെയർ കട്ടും ഹെയർ സ്പാ, ഹെയർ വാഷെല്ലാം, ഹെയർ സെറ്റിങ് എല്ലാം ചെയ്തു തരുന്നത് എനിക്ക്. ഹെയർ കളർ, ഹെയർ സ്മൂത്തനിങ് ഞാൻ എല്ലാം ചെയ്യുന്നത് ആസിമിൻ്റെ അടുത്താണ് കേട്ടോ. കാരണം ആസിമിന് എൻ്റെ ഹെയറിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കടുത്ത് കൊടുക്കാതെ ഒരാളെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഹെയർ വാഷ് चाहिए मेरे को? नहीं, कल तो किया है ना. പെട്ടെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും സെറ്റ് ചെയ്യണ്ടേ. അപ്പം 9 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ 8 മണിയായി, 8:05. നോക്കാം അവൻ എത്ര സമയം എടുക്കുന്നു. कुछ सेटिंग स्प्रे और सेटिंग क्रीम कुछ है? ഞാൻ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് സ്വാതിൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ചില ഫങ്ഷൻസിന് ഞാൻ ഇതുപോലെ ഹെയർ സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാത്തിനും ഞാൻ സെറ്റ് ചെയ്യാറില്ല. ക്ലോസ് ഫങ്ഷൻസിനൊക്കെ ഞാൻ ഇതുപോലെ ഹെയർ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ സെറ്റ് ചെയ്തൊക്കെ പോകാൻ. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടും. ഓക്കെ, താങ്ക് യു ഭയ്യ. നമ്മൾ 9 മണി. ಏನಂದಗೊಂಡ ഇൽവാ. നമ്മൾ 4 പേരും കൂടി ഇറങ്ങി. 9:30 ഇറങ്ങി, 10:30 ನಾನು ಹೇಳಿದ್ದೀನಿ ಸೋನು ಇರ್ಲಿಲ್ಲ. ಸೋನು US ಇಂದ ಬಂದಿದ್ದಾಳೆ ಅಂತ. ಅವಳು ಕಾಡಿಂದ ಬಂದಿದ್ದಾಳೆ ಅಲ್ಲ, ಅವರು ರೈಟ್ ಸೈಡು ಮಂಗಣ್ಣ. ಮಂಗಣ್ಣ ಈಗ ಜಸ್ಟ್ ನಾವು ಪ್ರಾಪರ್ಟಿ ಎಂಟರ್ ಆಯ್ತು. ನೀವು ಎಷ್ಟೊತ್ತಾಗತ್ತೆ? ಏನಾಯ್ತು? ಏನು ಕಣ? ഓക്കെ. നമ്മൾ പ്രോപ്പർട്ടിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി. കൺമണി അങ്ങ് അവിടെ കളിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇവിടെ ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും കൺമണീനെയും കൊണ്ട്
ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. എൻ്റെ സിസ്റ്ററിൻ്റെ 2 ഫ്രണ്ട്സ് ചിക്മംഗ്ലൂർ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സോനും പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇനി ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ചെയ്യാം. ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പേര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തൈകൾ അപ്പം ഒരു 100 തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ 100 തൈകൾക്ക് ഞങ്ങൾ താങ്ക് യു നോട്ടൊക്കെ ഇന്നലെ എഴുതി വെച്ചതാണ്. താങ്ക് യു നോട്ട്സൊക്കെ അതൊക്കെ അതിൽ കെട്ടിവെച്ചിട്ട് കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻസൊക്കെ നമ്മളും ചെയ്യാൻ നിൽക്കുകയാണ്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങ് അവിടെ കാണുന്നത് വലിയ മലയാണ്. അത് മൊത്തം ഇങ്ങനെ കവറായിട്ടിരിക്കുക. അമ്മയും അച്ഛനും കൺമണിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇവിടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടത്. അവിടെ റോസാപ്പുണ്ട്. ಶೀಟ್ ನಮ್ಮಲ್ಲಿ ಶೀಟ್ಗಳೇನು ಇಲ್ಲ, ಅದೇ ಹೊರಗಡೆಯಿಂದ ಅದು 200 ಲೈಟ್ಸ್ ഡെക്കറേഷൻ അവരും ഫുഡിൻ്റെ അവരൊക്കെ ജസ്റ്റ് എത്തിയിട്ടുണ്ട്. ಮತ್ತೆ ಅಷ್ಟು ಮೇಡಮ್ ಆಮ್ಲೆಟ್ಸು ನಾವು ಬಸ್ಸಿಗೆ ಹೋಗ್ಬೇಕಾ? ನಿಮ್ಮದು ಯಾವ ಊರು? ಸರ್ ನಮ್ಮ ಚಿಕ್ಕಮಗಳೂರಿನಾ? ಓ ರೈಟ್, ಓಕೆ. ಮಳೆ ನಿಮ್ಗೆ ಹೆಂಗೆ ಅನ್ಸುತ್ತೆ ಇವಾಗ? ಮಳೆ ಬರುತ್ತೆ ಅನ್ಸುತ್ತಾ ಹೆಂಗೆ? ಇಲ್ಲ ಅಲ್ಲ, ಇವತ್ತೇ ಎಲ್ಲ ಏನು ಹೇಳಿ? ಇವತ್ತೇ ಉದುರುತ್ತಾರೆ ಸ್ವಲ್ಪ ಅಲ್ವಾ? ಯಾವ ಮಳೆನೇ ಇಲ್ಲ. ಹಾಂ, ಇಲ್ಲಿ ಹಾಕೋ ಇಲ್ಲಿಗೆ ಇಲ್ಲಿಗೆ ಅಲ್ಲಿ ಪಟಪಟ ಅಂತ ಆ ಕಡೆ ಬೇರೆ ಬೇರೆ. ಫ್ರೆಂಡ್ಸಾ? ಏನು ಫ್ರೆಂಡ್ ಹೆಸರೇನು? ಫ್ರೆಂಡ್ ಹೆಸರೇನು ಕೇಳು. ಆಸ್ಕರ್ ನೇಮ್. ಹಾಂ, ಆಸ್ಕ್ ಯು ಫ್ರೆಂಡ್ಸ್ ನೇಮ್. ವಾಟ್ಸ್ ಯುವರ್ ನೇಮ್? മിന്നു. മിന്നു, ഓക്കെ. ഉഷാർ, ഡോണ്ട് ഗോ ദേർ. Adriel. Oh, nice name. ആരാ എഡ്രിയലിന് പല്ല് കൊണ്ടുപോയേ? ಸುಮ್ಮನೆ ಬರೋದಲ್ಲ. ಬರೀ ನನ್ನೇ ಹಿಡಿತಿದ್ದಾನೆ. ನೀನು ಬ್ಯಾಕ್ ಹಿಡಿತಿದ್ಯಲ್ಲ ನೀನು. ಬರೀ ಸೊ ನಾಳೆ ಕರೆಕ್ಟಾಗಿ ಎಲ್ಲ ತೋರಿಸೋಣ. ಓಕೆ ಬಾ. ಇದು ಹೋಗುವಾಗ 5 kg ಕಡಿಮೆ ಆಗುತ್ತೆ. ಅಷ್ಟು ಆರಾಮಾಗಿ 5 kg ಕಡಿಮೆ ಆಗುತ್ತೆ. ಆಂಟಿ ನೀವು ಕಡಿಮೆ ಆಗೋದು ಅವಶ್ಯಕತೆ ಇಲ್ಲ, ನಾವೆಲ್ಲ ಕಡಿಮೆ ಆಗಬೇಕು. ನೀವು ಬಿಡ್ತಿದ್ದೀರಾ ಅಲ್ಲ, ಅವರು ಸುಮ್ಮನೆ ಕ್ಯಾನ್ಸರ್ ನೋಡ್ಕೊಂಬಂದ್ರೆ ಅದಕ್ಕೆ ನೀವೀಗ ನೋಡ್ರಿ ಒಂದ್ಸತ್ತು ಹತ್ತಿದ ಮೇಲೆ ಕಷ್ಟ. ಸ್ವಾತಿ, ಅವ್ರು ಅಡುಗೆದವ್ರಿಗೆ ಎಲ್ಲಿ ಹೇಳಿರೋದು? ಅವ್ರ ಅಶು ಇಲ್ಲಿ ಮಾಡೋಣ ಅಂದಿತ್ತು. ಅವ್ರು ತೊಳೆದ ನೀರೆಲ್ಲ ಹಿಂಗೆ ಕೆಳಗಡೆ ಹೋಗುತ್ತಲ್ಲ, ಸೊ ಅವ್ರು ಇಲ್ಲಿಗೆ ಮೂವ್ ಆಗ್ತಾರೆ. ಈ ಸೈಡ್ ಪಾತ್ರೆ ತೊಳೆದ ನೀರೆಲ್ಲ ಕೆಳಗಡೆ ಹೋಗ್ಬಿಡುತ್ತೆ ಅಂತಲ್ಲ, ಅದಕ್ಕೆ ಅವ್ರನ್ನ ಇಲ್ಲಿಗೆ ಹಾಕ್ತೀನಿ ಈಗ ಈ ಸೈಡ್. ಓ, ಗಾಡಿ ಎಷ್ಟು ಕಷ್ಟಪಡ್ತಿದೆ ನೋಡಿ ಕಡಮಗೆ. ಸಿ ಹೌ. സാരി രസമുണ്ടോ? അച്ഛന് സാരി ഇഷ്ടപ്പെട്ടിന അച്ഛാ? ഇഷ്ടപ്പെട്ടിനാ? ഞാൻ വെച്ച് ബ്ലാക്ക് ഒരു അച്ഛൻ വിചാരിക്കും വേണ്ട. ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചൊരു ഡ്രസ്സാണേ. അശു
അശ്വിൻ്റെ ജിം ബോഡി കാണിക്കാം. സനു ഷോ മീ ഡ്രസ്, ഷോ മീ മേക്കപ്പ്, സോ ഗുഡ്. ರೂಮೆಲ್ಲ ಮೊತ್ತತ್ತೆಲ್ಲ ಅಲಂಗೋಲಾയിട്ട് കിടക്കാണ്. ಹೌದು, ನಾವು ಬೇರೆ ಪ್ರಾಪರ್ಟಿ ನೋಡಿದಾಗ ಎಲ್ಲ ಬ್ಯಾಡ್ ಸ್ಮೆಲ್ ಬರ್ತಿತ್ತು, ವೆರಿ ಬ್ಯಾಡ್ ಸ್ಮೆಲ್. ഞാൻ അശ്വിൻ്റെ അടുത്ത് വേറെ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. അശ്വിന് കാരണം ഇതിട്ടിട്ടാണ് അശ്വിൻ ദാവണഗിരിയിൽ നിന്ന് വന്നത്. എന്നിട്ട് ഇപ്പോൾ അശ്വിൻ പറഞ്ഞു ഞാൻ ഈ ഷർട്ടാണെങ്കിൽ നീയായിട്ട് മാച്ചിങ് ആണ്. അശ്വു ഇത്ര റൊമാൻറ്റിക് നീ എന്നായി? ഇത്ര റൊമാൻറ്റിക് ആയിരുന്നില്ലല്ലോ. ನನಗೆ ಮ್ಯಾಚಿಂಗ್ ಮಾಡ್ಬೇಕಂತ ಅವನು. ಗೈಸ್ ಅಟ್ಲೀಸ್ಟ್ ಹಂಗಾದ್ರೂ ರೊಮ್ಯಾಂಟಿಕ್ ಮಾಡಲ್ಲ ಅವನ. ಅಟ್ಲೀಸ್ಟ್ ಅದಕ್ಕಾದ್ರೂ ಪ್ಲೀಸ್ ಗೈಸ್, ಪ್ಲೀಸ್ ಅವಳು ಮ್ಯಾಚಿಂಗ್ ಅಲ್ಲ ಸರ್? ವೆರಿ ಗುಡ್. ಯೆಸ್. ಅವನು ಹಿಂಸೆ ಕೊಡ್ತಿದ್ದಾನಲ್ಲ ನಿಮಗೆ. നമ്മളെല്ലാവരും റെഡിയായിട്ട് ക്യാമ്പ് ഫയറിന് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ചെറിയ ചെറിയ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ನಾಳೆ ಕೇಳ್ತಾರ ಆಂಟಿ ನನಗೆ. Next question. Who's more likely to fall asleep in front of the TV? Likely to fall in front of TV. ಕರೆಕ್ಟ್. ಕರೆಕ್ಟ್. ಗುಂಡ ನಿನ್ ಟರ್ನ್, ಬೇಗ ಬೇಗ. ನೋ ಫೌಲ್. ಇಲ್ಲ ಗುಂಡ ಒಂದು ಬರ പറ ಹೇಳು. ನೋ കണ്ണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കണ്ണിന്ന് ഫുൾ ഡേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇവിടെ ഫുഡ് കൊണ്ടുവന്നു. ഇപ്പോഴാണ് കിടത്തിക്കോ. കണ്ണു വെച്ചോണ്ട് കഥ പറ. സംഭവം വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. സമയം 12 മണിയായി. എല്ലാവരും ഉറങ്ങി കേട്ടോ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്താണ് ഓരോരാൾ. അപ്പോൾ ഞാനും സിസ്റ്ററും നമ്മളൊക്കെ അവിടെ ഒരു റൂം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺമണി പ്രശ്നമാക്കി അവളുടെ കൂടെ ഞാൻ കിടക്കണമെന്ന്. അങ്ങനെ അശ്വിനെ ഞങ്ങൾ വേറെ അപ്പൂപ്പൻ്റെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ കണ്ണും അച്ഛനും അമ്മയും ഒരു റൂം ഫിക്സ് ചെയ്തു. കാരണം അവൾക്ക് ഞാനും വേണം അവരും വേണമെന്ന്. അങ്ങനെ നമ്മൾ ആ റൂമിലേക്ക് ഞാനിപ്പം മുകളിലൊക്കെ പോയി അവരെയൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു ദിവസമായിരുന്നു കേട്ടോ. വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ 2 ഫാമിലിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് നല്ല ഫണ്ണായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വ്ളോഗ് ചെയ്തത്. കാരണം ഈ ദിവസം എനിക്ക് ഒട്ടും മിസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ, അതായത് നെക്സ്റ്റ് വീഡിയോ കല്യാണ വീഡിയോ ആയിരിക്കും. അതുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.